വളരെ വേഗത്തിൽ വലിയ പ്രതിഷേധം വരുന്നു. രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധം ഇരമ്പുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം, ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ ബാനറുകളുമേന്തി കൊടികളുമേന്തി പ്രതിഷേധം നടത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ദില്ലിയിൽ AKG ഭവനിലേക്ക് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസിന്റെ സംഘമെത്തുന്നത്. ഒരു യൂണിഫോം പോലും ധരിക്കാതെ, ഒരു നെയിം ബാഡ്ജ് പോലുമില്ലാതെ, ഔദ്യോഗിക വാഹനം പോലുമില്ലാതെ രാജ്യമറിയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാനെത്തുകയാണ് രാജ്യതലസ്ഥാനത്തെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കീഴിലുള്ള ദില്ലി പോലീസ്. ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ട് ആ പോലീസുകാരെ മടക്കി അയക്കുന്നു. ആദ്യം നിങ്ങൾ പോയി യൂണിഫോം ഇട്ട് വരൂ, ബാക്കി നമുക്ക് എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. ഓർത്തു നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തേക്കാണ് ആ പോലീസ് സംഘം ഒരു യൂണിഫോം പോലും ഇടാതെ കടന്നു ചെല്ലുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസറാണെങ്കിൽ നമ്മൾ നേരത്തെ എത്രയോ ഇടങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഇതാ ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലെ റബൻ കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റബൻ, വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ നേതൃത്വത്തിലാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധം. റബൻ, പോലീസിന്റെ നടപടിക്കെതിരെ മനു, തീർച്ചയായും ദില്ലിയിൽ നടന്ന പോലീസിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ആകമാനം അലയടിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളന പ്രതിനിധികൾ AKG ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനമാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇത് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് അവിടെ വലിയ പ്രതിഷേധ കൂട്ടായ്മയായി മാറും. അത് കഴിഞ്ഞ ശേഷം CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ഇവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്. 6:30 ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് AG's ഓഫീസിലേക്കായിരിക്കും ആ മാർച്ച് എത്തിച്ചേരുക. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും ജില്ലാ നേതൃത്വം സമാനമായ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ AKG ഭവനിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയതിലുള്ള വലിയ പ്രതിഷേധം അതിന്റെ ഭാഗമായി പ്രതിനിധികളാണ് സമ്മേളന വേദിയിൽ നിന്ന് നേരെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു അവർ. തീർച്ചയായും ഈ സമ്മേളനം നടക്കുന്നത് AKG ഹാളിനകത്താണ്. സമ്മേളന സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് പ്രകടനമായി ഈ സംഭവം അറിഞ്ഞോടൻ തന്നെ പ്രതിനിധികൾ പ്രകടനമായി പുറത്തേക്ക് മാർച്ച് ചെയ്ത് വരുന്ന ദൃശ്യങ്ങളാണ് ഈ സമയം പ്രേക്ഷകർ കാണുന്നത്. ശക്തമായ പ്രതിഷേധമാണ്. ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളാകെ ഈ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾക്കെതിരെ, പോലീസ് രാജിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. SFI-യുടെയും DYFI-യുടെയും ഒപ്പം തന്നെ CPM-ന്റെയും നേതൃത്വത്തിലുള്ള വിവിധ പ്രതിഷേധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് SFI-യുടെ DYFI-യുടെ പ്രകടനം എത്തിച്ചേരുന്നു. അല്പനിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ നിന്ന് SFI-യുടെ പ്രതിഷേധ മാർച്ചും ആരംഭിക്കും. അതിനുശേഷം CPIM-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടിയും രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. മനു, അതായത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അവസാനിക്കുമ്പോൾ തൊട്ടുപുറകെ SFI, അതിന് തൊട്ടുപുറകെ CPIM. വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ സായാഹ്നം തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നതല്ലേ? തീർച്ചയായും മനു, ഇവിടെ നിന്ന് സംയുക്തമായി CPIM-ന്റെ നേതൃത്വത്തിൽ, SFI-യുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ ചേർന്ന ശേഷം ഇവിടെ നിന്ന് CPIM-ന്റെ ലീഡർഷിപ്പ് കൂടി പ്രകടനത്തിൽ ചേരുന്നു. സംയുക്ത പ്രകടനമായി AG's ഓഫീസിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. CPIM-ന്റെ നേതാക്കൾ, മുൻ മന്ത്രി V ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയി, സുനിൽകുമാർ, ഒപ്പം തന്നെ പുഷ്പലത അടക്കമുള്ള CPM-ന്റെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത് സംയുക്ത പ്രകടനമായി മാറുകയാണ്. AKG സെൻട്രലിൽ നിന്ന് ആരംഭിച്ച DYFI പ്രതിനിധികളുടെ പ്രതിഷേധ മാർച്ച് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ CPIM-ന്റെ ലീഡർഷിപ്പ് കൂടി അതിനൊപ്പം ചേരുന്നു. SFI പ്രവർത്തകരടക്കം, DYFI പ്രവർത്തകരടക്കം, CPIM-ന്റെ പ്രവർത്തകരടക്കം സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ആകെ പൊതു പ്രകടനമായി, പൊതു പ്രതിഷേധമായി ഈ മാർച്ച് മാറുകയാണ്. ഇപ്പോൾ മുൻനിരയിൽ കാണാം CPM-ന്റെ ജില്ലാ നേതാക്കൾ ആകെ, CS സുജാത അടക്കമുള്ള CPM-ന്റെ നേതാക്കൾ, ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി V ജോയി, മുൻ മന്ത്രിയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള V ശിവൻകുട്ടി, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N രതീന്ദ്രൻ, പുഷ്പലത അടക്കമുള്ള മുഴുവൻ നേതാക്കളും നയിക്കുന്ന വലിയ ബഹുജന പ്രതിഷേധ മാർച്ചായി ഈ മാർച്ച് മാറുന്ന കാഴ്ചയാണ്. രാജ്യത്ത് ആകമാനം ഉയരുന്ന
ഈ കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പോലീസ് ഗുണ്ടാരാജിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായി തിരുവനന്തപുരത്ത് അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ മനു നമ്മൾ പറഞ്ഞതുപോലെ AKG സെന്ററിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം അവിടെ നടക്കുകയായിരുന്നു. ജില്ലാ സമ്മേളന പ്രതിനിധികളാണ് അവിടെ നിന്ന് AKG സെന്ററിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത്. നേരെ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ CPIഎമ്മിന്റെ ജില്ലാ നേതൃത്വവും ജില്ലാ നേതാക്കളും ആ സമരത്തിന് ഒപ്പം പ്രതിഷേധത്തിനൊപ്പം ചേരുന്നു. തുടർന്ന് ആ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒപ്പം തന്നെ CPIഎമ്മിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധമായി അത് മാറുകയാണ്. മനു.